ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് സിലബസിൽ SCERT ക്ലാസ് 9th ചാപ്റ്റർ 1 പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 14 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഓക്കെ, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 26 centimeter. Another rectangle with twice the length and thrice the breadth has perimeter 62 meter. What are the length and breadth of the first rectangle? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 26 സെൻറ്റിമീറ്റർ. ഈ ചതുരത്തിൻ്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമായി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെൻറ്റിമീറ്റർ ആയി. ആദ്യത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും എത്രയാണെന്നാണ് ചോദ്യം. മനസ്സിലായോ? നമ്മളുടെ കയ്യിലൊരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 26 ആണ്. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തിൻ്റെ ചതുരത്തിൻ്റെ നീളം 2 മടങ്ങായി, ഡബിളാക്കി. ലെങ്ത്ത് എന്ത് ചെയ്തു? ട്വൈസ് ചെയ്തു. ബ്രെഡ്ത്ത് ത്രൈസ് ചെയ്തു, അഥവാ 3 മടങ്ങായിട്ട് വേറൊരു ചതുരം. ആ ചതുരത്തിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 62 ആണ്. എങ്കിൽ ആദ്യത്തെ ചതുരത്തിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നീളവും വീതി എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റത്തെ ചതുരത്തിന് എടുക്കാം. ലെങ്ത്ത് നീളത്തിന് ഞാൻ എക്സ് എന്നും ബ്രെഡ്ത്തിന് വീതിയെ ഞാൻ വൈ എന്നും എടുത്തു. നീളത്തിന് എക്സ് എന്നും വീതിയെ വൈ എന്നും എടുത്തു. പെരിമീറ്റർ ചുറ്റളവ് തന്നിട്ടുണ്ട് 26 ആണ്, 26 ആണ്. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 × L+B ആണ് 26. ഓക്കെ, അതിൽ നിന്ന് 2നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. 2 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ, അതിപ്പുറം വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. സോ L+B = 26/2. L+B = 26/2 എന്ന് കിട്ടി. L എന്ന് പറയുന്നത് എക്സ് ആണ്, നീളം. ഓക്കെ, ദെൻ ബ്രെഡ്ത്ത് ബി എന്ന് പറയുന്നത് വൈ ആണ്. സോ x+y = 26/2 13. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് മനസ്സിലായല്ലോ. എങ്ങനെയാ? ലെങ്ത്തിനെ എക്സ് എന്നും ബ്രെഡ്ത്തിനെ വൈ എന്നെടുത്തു. പെരിമീറ്റർ 26 ആണ്. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2 × L+B ആണ്. സോ 2 × x+y = 26 എന്ന് വരും. ഈ 2 ഇപ്പുറം പോകുമ്പോൾ ഡിവിഷൻ ആവും. 26/2 13 ആയി. സോ x+y = 13. ഓക്കെ, അതുവരെ കറക്റ്റ് ആയില്ലേ? അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമ്മളുടെ കണ്ടീഷൻ twice the length and thrice the breadth has perimeter 62. നീളം ഇരട്ടിയാക്കി 2 മടങ്ങും വീതി 3 മടങ്ങായി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ ലെങ്ത്ത് ആദ്യം എക്സ് ഉള്ളത് 2 മടങ്ങാക്കുക എന്ന് പറയുമ്പോൾ, ട്വൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ 2x ആവും. വീതി y ഉള്ളത് ത്രൈസ് ചെയ്തു, അഥവാ 3 മടങ്ങാക്കി എന്ന് പറയുമ്പോൾ y 3y ആകും. ഓക്കെ, ദെൻ ഇനി ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 62 സെൻറ്റിമീറ്റർ ആണ്. പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ എന്താ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 × L+B തന്നെയാണ്. 2 ഇപ്പുറം പോകുമ്പോൾ L+B = 62/2. 62ൻ്റെ പകുതി 31. ഓക്കെ, ലെങ്ത്ത് എന്ന് പറയുന്നത് 2x ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3y ആണ്. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1 x+y ആണ്. ഇക്വേഷൻ നമ്പർ 2 2x + 3y ആണ്. 1ൽ എക്സിൻ്റെ കൂടെ 1 ആണ്, ഇവിടെ എക്സിൻ്റെ കൂടെ 2 ആണ്. ഇവിടെ വൈൻ്റെ കൂടെ 1 ആണ്, ഇവിടെ വൈൻ്റെ കൂടെ 3 ആണ്. ഏതെങ്കിലും സെയിം ആയിട്ടുണ്ടോ? ഇല്ല, ഒരെണ്ണം സെയിം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരെണ്ണത്തിന് സെയിം ആക്കണം. അപ്പോൾ 2 കൊണ്ട് ഗുണിച്ചാൽ എക്സ് സെയിം ആകും, 3 കൊണ്ട് ഗുണിച്ചാലോ വൈയും സെയിം ആകും. ഞാനിവിടെ ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് ഗുണിച്ചു. ഇതല്ല ഇക്വേഷൻ നമ്പർ 1. 2 × x 2x, 2 × y 2y, 2 × 13 26. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കിട്ടി. ഇനി ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും, ഈ 2നെ ഞാനിവിടെ താഴെ എഴുതി കേട്ടോ. ഇനി ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഇക്വേഷൻ നമ്പർ 3 നമുക്ക് മൈനസ് ചെയ്യാം. 2 എന്ന് 3 ആണ് മൈനസ് ചെയ്യുന്നത് കേട്ടോ. 2x എന്ന് 2x പോയി. 3yയിൽ നിന്നും 2y പോയാൽ ബാക്കി എത്ര ഉണ്ട്? 1y. 3y എന്ന് 2y പോയാൽ 1y. ദെൻ 31 26 പോയാൽ ബാക്കി 5 അല്ലേ? 31 26 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 5. അപ്പോൾ y കിട്ടി എത്രയാ? 5, 5 എന്ന് കിട്ടി. ഈ വൈയുടെ വാല്യൂ 1ലോ 2ലോ 3ലോ ഏതിലെങ്കിലും കൊടുക്കുക. ഞാനിവിടെ 1ലാണ് കൊടുത്തത്. അപ്പോൾ x+y = 13 ആണ്. അതിൽ നിന്ന് x+5 = 13. അപ്പോൾ x = 13 - 5 x = 8.
അപ്പം നീളം 8 എന്നും വീതി 5 എന്നും കിട്ടും. എന്തിൻ്റെ? ആദ്യത്തെ ചതുരത്തിൻ്റെ. അതല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ലെങ്ത് ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ, ആദ്യത്തെ ചതുരത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ, ആദ്യത്തെ ചതുരത്തിൻ്റെ വീതി 5 സെൻറ്റിമീറ്റർ. ഇത് രണ്ടുമല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, രണ്ട് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു, അതിനെ നമ്മൾ സോൾവും ചെയ്തു. ക്ലിയർ?